ഹലോ. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസിനൊക്കെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പോർക്കിൻ്റെ കൂടെ കൂർക്കയും ഇട്ട് വരട്ടിയെടുത്തത്. ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പത്തിനൊക്കെ ഒരു ബെസ്റ്റ് ചോയ്സാണിത്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ച് ഞാനിത് വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഒന്നുകൂടെ നല്ലത്. പോർക്കിരുന്ന് ശരിക്കും പതിയിരുന്ന് വെന്ത് കിട്ടണം. അപ്പോൾ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോഴത്തേന് വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് മൂപ്പിക്കണം. ഒരു റെഡ് കളറാകുമ്പോഴത്തേക്കിനും ചുവന്നുള്ളി കൂടുതലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനൊരു 2 സവോളയും കൂടെ എൻ്റെ കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വരണ്ട് വരാൻ വേണ്ടിയിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കട്ടെ. കല്ലുപ്പ് കാണുമ്പോൾ തന്നെ അധികമാണെന്ന് തോന്നും, പക്ഷേ ഇത് കറക്റ്റ് പാകമാണ്. 1/2 കിലോ കൂർക്കയുണ്ട്, 2 കിലോ പോർക്കും, പിന്നെ ബാക്കിയുള്ള ഉള്ളി സവോള എല്ലാം കൂടെ ആഡാകുമ്പോഴത്തേക്കിനും ഇതതിൻ്റെ കറക്റ്റ് പാകത്തിനുള്ള ഒരു കല്ലുപ്പാണ് കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അരപ്പിനുള്ളത് മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല ഇവയെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം. ആ ഉള്ളി ഒന്ന് എല്ലാ സൈഡിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് ആ സെൻറ്ററിലായ എണ്ണയ്ക്കകത്ത് വേണം ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ആ പച്ചമണം ഒന്ന് മാറി കിട്ടണം ശരിക്കും. ഇവിടെ നമ്മുടെ പിള്ളേർ സെറ്റും കൂടെ ഉണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. എന്നോട് ഭയങ്കര ഡയറക്ഷനാണ് കേട്ടോ. ശോഭാമ അങ്ങനെ ചെയ്യ്, ശോഭാമ ഇങ്ങനെ ചെയ്യ്. എന്നിട്ട് ഇപ്പോൾ ഒരാൾ ഇളക്കാൻ കൂടിയിട്ടുണ്ട്. ഞങ്ങളുടെ മീൻകുട്ടിയാണേ. ഇതേണ്ട ഞാൻ ആ ഭാഗം വിട്ടു കൊടുത്തേക്കുക. ഉള്ളിയൊക്കെ വഴറ്റാനായിട്ട് ഒരാൾ കൂടിയിട്ടുണ്ട്. ഉള്ളിയെല്ലാം വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അരപ്പ് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി ഇനി നമുക്ക് ഈ പോർക്കിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. പോർക്കിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കൂർക്കയും ഇടാം. അപ്പോൾ രണ്ടും ഒരുപോലെ വെന്ത് കിട്ടിക്കോളും. ഇവന്മാർ ഇവിടെ തന്നെ ഭയങ്കര ബഹളമാണ്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്തായാലും നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് 2 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കൊടുക്കണേ. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേവാനായിട്ടുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് മൂടി വയ്ക്കാം. ഇനി നമുക്കിത് ചട്ടിയുടെ അടിയിൽ പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കാം. വെള്ളമുണ്ട് ആവശ്യത്തിന് വേവാനായിട്ടുള്ള, അതുകൊണ്ട് അടി പിടിക്കത്തൊന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും. കൂർക്കയും പോർക്കും അതിൻ്റെ ആ നെയ്യും എല്ലാം കൂടെ ഒരുപോലെ വെന്ത് വന്നു കഴിയുമ്പോഴത്തേനുള്ള ആ ഒരു സ്മെല്ല് ഒരു രക്ഷയുമില്ല. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമുക്കിനി കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് വാങ്ങാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട്. നന്നായിട്ട് ഡ്രൈ ആക്കി വരട്ടിയെടുത്തതാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയട്ടെ ഇവർ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കേ, ബൈ.